ഈ മതമായിട്ട് വലിയൊരു സാദൃശ്യമാണ്. ഇങ്ങനെ ഡിജിറ്റലി ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെയൊക്കെ പറയുന്നത് മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെക്കും, നിങ്ങൾ എപ്പോഴും അതിന്റെ മുന്നിൽ ഉണ്ടാവണം, ബാത്റൂമിൽ പോകണമെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് പോകണം. പുള്ളി അത് വിശ്വസിക്കാം. എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ പുള്ളിക്ക്? പുള്ളി ഇതിനേക്കാൾ ഭയങ്കര കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഓൺലൈനിൽ ജഡ്ജി ഇത് വിസ്തരിക്കാൻ വരുന്നു, എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. പുള്ളി ഓൺലൈനിലെ ജഡ്ജിയെ കണ്ട് എഴുന്നേറ്റില്ല. ചിരിക്കാതിരിക്കാൻ എന്ത് പാടുപെട്ട് കാണും മറുവശത്തിരിക്കുന്നു. അവര് ഇങ്ങനെയായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ഫിലോസഫറൊക്കെയാണ്. അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ ഭരണാധികാരികളുടെ കണ്ണിലുണിയായിരുന്നു. അടുത്ത മാത്രം ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി, അത് നിങ്ങൾക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു വിശ്വാസത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ഗോഡ് ഡെലൂഷൻ ശരിക്കും അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ഡഗ്ലസ് ആഡംസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. പുള്ളി ഡോക്കിൻസിനേക്കാൾ കുറെ കൂടെ പ്രശസ്തനായിട്ടുള്ള വായനക്കാരുള്ള എഴുത്തുകാരനാണ് ഡഗ്ലസ് ആഡംസ്. മരിച്ചുപോയി, 2001 മരിച്ചു എന്റെ ഓർമ്മ. ഡഗ്ലസ് ആഡംസ് ഇതേപോലെ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നു, ഒരു മെഷീൻ, വിശ്വസിക്കാനുള്ള മെഷീൻ. ആ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചവറുകളെല്ലാം നിങ്ങൾ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, ശരിയാണോ, നീ അങ്ങനെ വരുമോ എന്നൊക്കെ നോക്കി ബുദ്ധിമുട്ടി നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ആ മെഷീൻ എല്ലാം വിശ്വസിക്കും. ലൈക്ക് എ വാഷിംഗ് മെഷീൻ. നിങ്ങൾ കഴിയേണ്ട കാര്യമില്ല, വാഷിംഗ് മെഷീൻ ചെയ്തു. അങ്ങനെ ഒരു മെഷീനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, വിശ്വസിക്കുന്ന മെഷീൻ. എങ്ങനെ ഉണ്ടാവും? പുതിയ പുതിയ വിശ്വാസങ്ങളൊക്കെ വരികയല്ലേ. എന്തെല്ലാം വിശ്വാസങ്ങൾ, ശാസ്ത്രം എന്നുള്ള പേരിൽ വിശ്വാസങ്ങൾ. ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ വിശ്വാസം ഏറ്റവും പുതിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വിശ്വസിക്കണ്ടേ? ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോ, ഭയപ്പെടുത്തുമ്പോ, പേടിപ്പെടുത്തുമ്പോ ഭയക്കണ്ടേ? ഒതുപ്പിക്കുമ്പോ തരളിതമാകണ്ടേ? നിനക്കൊരു ജോലിയില്ല, അതിനൊരു വിഷയം വെച്ചാൽ മതി. അപ്പൊ പുള്ളി പറയുന്നത്, ആയിരം പറഞ്ഞ ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നത്? ക്രിസ്ത്യാനിറ്റി ഈസ് എ ബെറ്റർ റിലീജിയൻ കമ്പയർഡ് ടു ഇസ്ലാം. Islam is a horrible religion. And Jesus Christ is many times, 100 times better than Muhammad. ജീസസ് ക്രൈസ്റ്റ് ഒരു ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചു എന്നാണ് പറയുന്നത്. മുഹമ്മദ് ഒരു ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. മുഹമ്മദ് ജീവിച്ചു. രണ്ടുപേരും എഴുതിയതും പറഞ്ഞതുമാണ് ഈ പറയുന്ന മതങ്ങളുടെ അടിസ്ഥാനം. പിന്നെ ഇസ്ലാം ലോക ആധിപത്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സമൂഹങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഒരു സാമ്രാജ്യത്വമാണ്. അത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൽ ഒന്നായിരുന്നു പണ്ട്. സ്പെയിൻ വരെ യൂറോപ്പിലെത്തിയ ഒരു വലിയ സാമ്രാജ്യം. ഉമ്മയ ഡൈനസ്റ്റിയുടെ കാലഘട്ടം യൂറോപ്പിൽ വരെ ഉണ്ടായിരുന്നു. സ്പെയിനിൽ നിന്നവരെ പിന്നീട് പുറന്തള്ളുകയാണ് ക്രിസ്ത്യാനിറ്റി കുരിശുയുദ്ധങ്ങളുടെ ഭാഗമായിട്ട്. അപ്പം ഇതൊക്കെ കാരണമാണ്. പിന്നെ മാത്രമല്ല, സെക്യുലർ ഹ്യൂമനിസം നിങ്ങൾ പറയുന്നു, എത്തീസം എന്ന് പറയുന്നു. പക്ഷെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിന്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ മതാത്മകതയുടെ കടന്നുകയറ്റം യൂറോപ്പിൽ ലോകമെമ്പാടും നടക്കുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ എത്തീസ്റ്റിന് കഴിയില്ല, അല്ലെങ്കിൽ ഹ്യൂമനിസത്തിന് കഴിയില്ല. കാരണം എന്താണ്? അവരെങ്ങനെ പ്രതിരോധിക്കുന്നത്? അവരെ ആശയപ്രചരണം, ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ, കമന്റുകൾ, അതൊന്നും ആരെയും സ്പർശിക്കില്ല. മതം വളരെ 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 സിസ്റ്റമാറ്റിക് ആയിട്ട് ക്യാമ്പയിൻസ് നടത്തി ആളെ കൂട്ടുക, അക്രമം, വയലൻസ്, ഭീഷണി, ഭരണകൂടങ്ങളെ നിലയ്ക്ക് നിർത്തുക. എത്തീസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ ഒരു മതാത്മക കേരളം തന്നെ എടുത്താൽ മതി. ഒരു നിയമം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും മരവിപ്പിക്കാനും മതത്തിന് വളരെ നിസ്സാരമായിട്ട്